പുട്ടിംഗ് റെഡിയാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. പേര് കേട്ടാൽ ഞെട്ടും. നവാമി ഷെമായി എന്നാണ് പേര്. കുറച്ച് ബർമസിലിയാണ് ഇതിനാവശ്യമുള്ളത്. നമുക്ക് സേമിയത്തിന് ഉപയോഗിക്കുന്ന ബർമസിലി വാങ്ങിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് വീത്തി കൊടുക്കാം. നെയ്യ് വീത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്നട്ട് വറുത്തെടുക്കാം. നന്നായി ഒന്ന് കാഷ്നട്ട് വറുത്ത് കോരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ആ നെയ്യിൽ തന്നെ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബർമസലി നമുക്ക് വറുത്ത് കോരി എടുക്കാം. നന്നായി ഒന്ന് വറുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ബർമസലി എപ്പോഴും വറുക്കേണ്ടത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂൺ പൊടിച്ച പഞ്ചസാര നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു സ്പൂണാണ് ചേർക്കുന്നത്. നന്നായി ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാൽപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ എവരിഡേയുടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും ഞാൻ ഒരു സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും രണ്ടും കൂടെ ആയിട്ട് നമുക്കൊന്ന് ആ ബർമസലി നന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്കതിനെ മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിൽ നമുക്ക് ഒരു ഗ്ലാസ് പാല് ചൂടാക്കാൻ വയ്ക്കാം. ആ പാല് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ അതിൽ ചേർക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ഒരു ബൗളിൽ ഒരു സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു സ്പൂൺ പാൽപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ പാൽപ്പൊടിയും കൂടെ എടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലും കൂടെ വീഴ്ത്തി നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കണം. പാല് വീത്തുമ്പോൾ തന്നെ അതൊന്ന് കലക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. നല്ല കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുമ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ടാകും. ആ പാലിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും കോൺഫ്ലവറും കൂടെ നമുക്ക് ആ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നിരിക്കുന്ന പാലിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴേക്ക് തന്നെ നന്നായിട്ട് ആ പാലൊന്ന് നല്ലപോലെ കലക്കി കൊടുക്കണം. ഒരു ട്രേ എടുക്കാം. ഈ പുട്ടിങ് റെഡിയാക്കാനുള്ള ഒരു പാത്രം, നമുക്ക് ചോറ് കഴിക്കുന്ന പാത്രമോ അല്ലാത്ത പുട്ടിങ് ട്രേ ഉണ്ടെങ്കിൽ അതോ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന സേമിയത്തിൻ്റെ മിക്സ് നമുക്ക് ആദ്യം ഒരു ലെയറായിട്ട് നമുക്ക് അടിയിൽ നല്ലപോലെ ഒരു ലെയർ നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിശ്രിതം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആ പാലിൻ്റെ ആ ക്രീമി പോലത്തുള്ളത് വരാൻ വേണ്ടി നമുക്കതിനെ എല്ലായിടത്തുമായിട്ട് ഒന്ന് വീഴ്ത്തി ആ മിക്സിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് നിരപ്പാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സേമിയത്തിൻ്റെ മിക്സ് കൂടെ നമുക്ക് ഒരു ലെയർ കൂടെ ഇട്ട് നന്നായിട്ട് നിരത്തി വയ്ക്കാം. അതിന് അപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ, കണ്ടില്ലേ? ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്നട്ട് കൂടെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇതുപോലെ നല്ല രീതിക്കൊന്ന് കാഷ്നട്ടും കൂടെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആ പുട്ടിങ് ഇവിടെ റെഡിയായി. അതിന് നന്നായി അടച്ച് ഫ്രീസറിനകത്ത് വയ്ക്കാം. ഒന്ന് 10-15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ തന്നെ നന്നായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന്, എൻ്റെ മോന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുട്ടിങ് കൂടെയാണിത്. കണ്ടോ? നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കഴിച്ച് നോക്കാം. ആദ്യം എൻ്റെ മോന് തന്നെ കൊടുക്കണം. അവൻ എത്ര നേരം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നീ പറയുന്നതെന്നറിയാമോ, എടുത്ത് താന്നു. ഇതാ എൻ്റെ മോനിപ്പോൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാം. അവന് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. കാരണം ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടിങ്ങാണിത്. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.